ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ ടോപ്പ് ടു ബോട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ ഉറക്കം മുതൽ ഇറാൻ്റെ ഭീഷണി, അതുപോലെ തന്നെ പുതിയ അമേരിക്കൻ നിലപാട്, അതിലുപരിയായിട്ട് ലിബിയ വരെയുള്ള വിഷയങ്ങൾ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു എപ്പിസോഡാണിത്. കാരണം അത്രമാത്രം വിഷയങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രംപിൻ്റെ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് ഉറങ്ങുന്നു എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ശരിക്കും സീരിയസ് ആയിട്ട് പുള്ളിക്കാരൻ ഉറങ്ങുകയാണ്. അതായത് വൈറ്റ് ഹൗസിൽ പുള്ളിക്കാരൻ്റെ ഓഫീസിൽ പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യോത്തര വേളകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇരുന്നങ്ങ് ഉറങ്ങാണ്. ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റെന്ന് പറയുകയാണ്. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അമേരിക്കയുടെ കൺട്രോളിലാണ്, അത് തികച്ചും അമേരിക്കയാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിൽ ട്രംപ് ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ ഇവിടെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഒമാനിൽ നിന്നും കുറച്ച് നീങ്ങിയിട്ട് സൗദി അറേബ്യയുടെ ഒരു കപ്പലിന് നേരെ IRGC ആക്രമണം നടത്തിയിട്ടുണ്ട്. ആക്രമണം എന്ന് പറഞ്ഞാൽ ആ കപ്പലിനെ മൊബൈലൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത്. അതിൽ ക്രൂ മെമ്പേഴ്സിനെയൊക്കെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും 3 പേര് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2 പാകിസ്ഥാനികൾ, ഒരു ഇന്തോനേഷ്യൻ, 3 പേര് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ദാരുണ സംഭവമാണ്, ഇതിലൊന്നിനെ പറയാനില്ല. കാരണം ഇവരുടെ കോൺഫ്ലിക്റ്റിൽ ബന്ധമില്ലാത്ത ഇന്തോനേഷ്യക്കാരൻ വരെ അവിടെ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ ഇന്ത്യക്കാർക്കും ഈ ആക്രമണത്തിന് ഇരയാവേണ്ടി വന്നിട്ടുണ്ട്. എനിവേ ട്രംപിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കമൻറ്റും പാസ്സാക്കാനില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് സൗദി അറേബ്യയുടെ കപ്പലിനെ ആക്രമിച്ച സമയത്താണ് അമേരിക്ക അഗ്രസീവായിട്ട് ഇറാൻ്റെ മേളിൽ 2ാം ഘട്ട ആക്രമണം നടത്തിയത്. അതൊരു 8-9 ദിവസം നടത്തി തീർത്തിട്ട് ഈ യുദ്ധം വൈൻഡപ്പ് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് പറയാതെ നിർത്തുന്ന ഒരു സാഹചര്യം. അതിന് വെപ്പൺ ഷോർട്ടേജ് ഉണ്ടെന്നോ അല്ലാന്നുണ്ടെങ്കിൽ എക്കണോമിക് ബ്ലോക്കേഡുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ അമേരിക്കയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല. അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർപ്രൈസിങ് മൂവ്മെൻറ്റ് ഇറാനെതിരെ നടത്തുമെന്നാണ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. പുതിയ നിലപാടാണ് കേട്ടോ. ഓരോ മൊമെൻറ്റിലും പുതിയ നിലപാടാണ്. ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും ട്രംപിന് പുതിയ പുതിയ നിലപാടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ശരിക്കും വ്യത്യസ്തനായ ഒരു മനുഷ്യൻ തന്നെയാണ് ട്രംപ്. അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഉറക്കം കണ്ടല്ലോ, ഞാൻ വീഡിയോ വെച്ചിട്ടുണ്ട്, അത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ട്രംപ്. ഉറങ്ങി എണ്ണീക്കുമ്പം ഒരു സ്വപ്നം കണ്ടിട്ട് അതിനെ അതേപടി വിളിച്ച് പറയുന്ന ഒരു സ്വഭാവമാണ് ട്രംപിന് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ട്രംപിനെ കുറിച്ച് പണ്ടേ വിമർശിച്ചിട്ടുണ്ട്. അന്ന് പണ്ടും നമുക്കെതിരെ വിമർശനങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ട്. ട്രംപിൻ്റെ സ്ഥിരതയില്ലാത്ത ഒരു സ്വഭാവത്തിൻ്റെ ഒരു പീക്ക് ലെവലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ട്രംപ് ഇറാൻ്റെ അടുത്ത് കോമ്പൻസേഷൻ ചോദിച്ചിരിക്കുകയാണ്. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 50 വർഷക്കാലം നിങ്ങൾ നടത്തിയ കിരാതഭരണം, അതിൽ നിങ്ങൾ കൊന്നൊടുക്കിയ ഒരുപാട് പൊതുജനങ്ങൾ, റോഡ് സൈഡ് അറ്റാക്ക്, അതുപോലെ തന്നെ മരണപ്പെട്ട അമേരിക്കൻ സോൾജേഴ്സ് ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലേക്ക് നിങ്ങൾ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രതിഷേധം ഇറാൻ്റെ ഉള്ളിൽ നടന്നതിനെ തുടർന്ന് ഏതാണ്ട് 52,000 പേരെ ഇതുവരെ നിങ്ങൾ വധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾക്കൊക്കെ ട്രംപ് കോമ്പൻസേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത തവണ ഇറാൻ നെഗോഷിയേറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും, അതായത് ഇപ്പം നെഗോഷിയേഷൻ നടക്കുന്നില്ല, അതാണ് അടുത്ത നെഗോഷിയേഷനിലേക്ക് ഇറാൻ വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോമ്പൻസേഷൻ ചോദിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് അടുത്ത നെഗോസിയേഷനിൽ ഗ്രേറ്റർ തൻബ്, ലെസർ തൻബ്, അബുമൂസ ഐലൻഡ്, ഈ 3 ഐലൻഡുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയുണ്ടാവാൻ പാടില്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. അതായത് ഇതിനു മുമ്പ് ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അമേരിക്ക. ഈ 3 സ്ഥലങ്ങളിലും അമേരിക്കൻ ഫോഴ്സ് മാറി മാറി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു ആക്രമണം നടത്തിക്കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നും, അതായത് 1970-കൾ മുതലേ ഗ്രേറ്റർ തൻബ്, ലെസർ തൻബ് ഐലൻഡ് എല്ലാം അത് ഇറാന് സ്വന്തമായിട്ടുള്ള ഐലൻഡുകളാണ്. അപ്പോൾ അതൊരിക്കലും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ട് എങ്കിൽ അത് ഇപ്പം തന്നെ മറന്നേക്കാനാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഗ്രേറ്റർ തൻബ്, ലെസർ തൻബ്, അതേപോലെ അബുമൂസ ഐലൻഡുകളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് UAEക്ക് കൈമാറിക്കളയാം എന്നുള്ള നിങ്ങളുടെ സ്വപ്നം അത് മറക്കണമെന്നാണ് ഇറാൻ പറയുന്നത്, IRGC പറയുന്നത്. ഇപ്പോഴൊരു ചാർട്ട് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ആ ചാർട്ടിൽ മുജ്തബ ഖമനേയി ടോപ്പ് സുപ്രീം ലീഡർ, അതിന് തൊട്ട് താഴെ അലി അബ്ദുൽ ഖാനിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, അയാൾ ടോപ്പ് മോസ്റ്റ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. അഹമ്മദ് വഹീദി, മുഹമ്മദ് കറാമി ഗ്രൗണ്ട് ഫോഴ്സിൻ്റെ ലീഡർഷിപ്പിൽ വരുന്ന ആളാണ്. അതുപോലെ ഒരു നേവി, അങ്ങനെയുള്ള പല സെക്ടറുകളിലേക്ക് പല പല ആൾക്കാരെ പുതിയതായിട്ട് അവരിപ്പോൾ ഹയർ ചെയ്ത് പൊസിഷനിൽ എത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് അടുത്ത ലിസ്റ്റ്, ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യാനുള്ള അടുത്ത ലിസ്റ്റാണ് ഇവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ട്രംപ് അങ്കാറയിലേക്ക് നാറ്റോ സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര നടത്തിയപ്പോൾ ഫ്ലൈറ്റുകൾ സ്വൈപ്പ് ചെയ്ത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലായിരുന്നു എന്നുള്ള വാർത്ത വാഷിങ്ടൺ പോസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വാഷിങ്ടൺ പോസ്റ്റ് ഇങ്ങനത്തെ നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ
പ്രസിദ്ധീകരിക്കുന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇതേ മാതൃകയിൽ ഇന്ത്യക്കുള്ളിൽ ഒരു മാധ്യമം പ്രവർത്തിച്ചാൽ തന്നെയും നമ്മൾ അതിനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഖത്തറിൽ നിന്ന് സമ്മാനമായി കിട്ടി പുതിയ എയർഫോഴ്സ് വണ്ണിൽ കയറിയതായിട്ടും അതിൽ അങ്കാറയിലേക്ക് യാത്ര നടത്താൻ തീരുമാനിച്ചിരുന്നതായിട്ടും പിന്നീട് അതിൽ നിന്നും ഇറങ്ങിയതായിട്ടും പഴയ എയർഫോഴ്സ് വൺ ആ ഒരു എയർക്രാഫ്റ്റിലേക്ക് മാറിക്കയറിയതായിട്ടും പിന്നീട് ഒരു പ്രൈവറ്റ് എയർക്രാഫ്റ്റിലേക്ക് കയറിയതായിട്ടും അങ്ങനെയുള്ള ഒരു സിഗ്സാഗ് സ്റ്റോറിയാണ് വാഷിങ്ടൺ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവസാനം ഹൈഡ്രോളിക് എലിവേറ്റർ വെച്ചിട്ട് ആദ്യത്തെ എയർക്രാഫ്റ്റിൽ തന്നെ വീണ്ടും തിരികെ വന്ന് കയറിയതായിട്ടും അങ്ങനെയാണ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തി ട്രംപിനെ അങ്കാറയിലേക്ക് എത്തിച്ചത്. വന്ന എയർഫോഴ്സ് ഒന്നിലല്ല തിരികെ മടങ്ങിയത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതേസമയം ഡമ്മി ആയിട്ട് ട്രംപിൻ്റെ സെറ്റപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് അങ്കാറയിലേക്കുള്ള യാത്ര ട്രംപ് നടത്തിയതായിട്ട് ഒരു വെളിപ്പെടുത്തൽ. ശരിക്കും പറഞ്ഞാൽ പെൻറ്റഗൻ്റെ, CIA-യുടെ, അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി ഇതിനെ ബാധിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ വാഷിങ്ടൺ പോസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ആ രാജ്യത്തിൻ്റെ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ പല പ്രവൃത്തികളും അമേരിക്ക ചെയ്യുന്നുണ്ടാവും, പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അത്തരത്തിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സിനെയൊക്കെ ഇത്തരത്തിൽ ഡീകോഡ് ചെയ്തുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ ആർട്ടിക്കിൾസ് രൂപത്തിൽ എഴുതി പുറത്തുവിടുന്നത് അത്ര ശരിയായ നടപടിയല്ല. വാഷിങ്ടൺ പോസ്റ്റിനെതിരെ ട്രംപിന് നട്ടലുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടതാണ്. ലെബനൻ്റെ ഉള്ളിൽ 7 ലൊക്കേഷനുകളിൽ ഇസ്രായേൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണമാണ് ഹിസ്ബുള്ളകൾക്കെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ മാരകമായിട്ടുള്ള അറ്റാക്ക്, അതായത് വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ, അതേപോലെ വെസ്റ്റ് ബാങ്ക് ആയിക്കോട്ടെ, ഇസ്രായേലിൻ്റെ ഒരു ഫ്രീഡം ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. ഗാസയിലെ ട്രംപിൻ്റെ പീസ് അക്കോർഡിൻ്റെ സെക്കൻഡ് ഫേസുമായിട്ട് ബന്ധപ്പെട്ട് കനത്ത സമ്മർദ്ദമാണ് നെതന്യാഹുവിന് മേളിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ട്രംപ് കൂടുതൽ എഫക്റ്റീവായിട്ട് ഈ വിഷയത്തിൽ മുന്നോട്ട് വരുന്നതിന് മുമ്പ് തന്നെ മാക്സിമം വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിലും ഗാസയ്ക്കുള്ളിലും ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിൻ്റെ ടാർഗറ്റ് മാക്സിമം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്നലെ നിരവധി പലസ്തീനിയൻസിനെ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഹമാസ് ഓറിയന്റഡ് സംഘടന, അതേപോലെ പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളിലൊക്കെ പങ്കെടുക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കാത്തുകെട്ടിയിരിക്കുന്ന ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇവർ ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ആൾക്കാരെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് നിരപരാധികളായിട്ട് കണ്ടെത്തുന്ന ആൾക്കാരെ ഇസ്രായേൽ റിലീസ് ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് വരെ 37 പേരെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉക്രൈൻ്റെ വിഷയം ആദ്യം നോക്കാം. ഉക്രൈൻ്റെ 2 വിഷയങ്ങളാണ് ആദ്യം നോക്കേണ്ടത്. ഉക്രൈൻ റഷ്യക്കുള്ളിൽ ഒരു ഓയിൽ റിഫൈനറി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും. അതുപോലെ തന്നെ വൈൽഡ് ബെറീസ് എന്ന് പറഞ്ഞ ആ കമ്പനിയുടെ ലോജിസ്റ്റിക് ഹബ്ബ് വീണ്ടും ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഈ 2 ആക്രമണങ്ങൾ ഉക്രൈൻ റഷ്യക്കുള്ളിൽ നടത്തിയിട്ടുണ്ട്. ഇനി ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം പറയേണ്ടതുണ്ട്. അതിനു മുമ്പ് റഷ്യ നടത്തിയ അറ്റാക്കും കൂടി പറഞ്ഞിട്ട് അതിലേക്ക് പോവാം. റഷ്യ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇന്നലെ തിരിച്ചടിച്ചിട്ടുണ്ട്. തിരിച്ചടിച്ചെന്ന് പറഞ്ഞാൽ മാസീവായിട്ടുള്ള അറ്റാക്ക് തിരികെ കീവ്, സെബ്രോഷേഷ്യ ഈ 2 പ്രൊവിൻസുകൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. മാരകമായിട്ടുള്ള അറ്റാക്കാണ് നടത്തിയിരിക്കുന്നത്. സിർക്കോൺ അതേപോലെ ഇഷ്കന്ദർ മിസൈൽസ് ഈ 2 മിസൈലുകളും ഉപയോഗിച്ച് മാറിയുള്ള അറ്റാക്കാണ് നടത്തിയിരിക്കുന്നത് റഷ്യ. 120 ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കീവിൽ 6 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 19 പേർക്ക് ഗുരുതരമായ പരുക്കുകൾ ഉണ്ടെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. മെനി ബിൽഡിങ്സ് വെർ ഡാമേജ്ഡ്. അതിലെ മെജോറിറ്റി റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്സ് ആണെന്നാണ് ഉക്രൈൻ പറയുന്നത്. അതുപോലെ കീവിൽ പല സ്ഥലങ്ങളിലും മിസൈൽ പതിച്ച് തീ ആളി കത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഡിസ്റ്റർബ് ആയി എന്നുള്ള വാർത്തകളും കൂടി വരുന്നുണ്ട്.
കീവിൻ്റെ അടുത്ത് ഒരു ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് മിസൈൽ പതിച്ചതായിട്ട് സെലൻസ്കി പറയുന്നുണ്ട്. ഷീസെൻകിവിസ്കി ഡിസ്ട്രിക്റ്റിലാണ് ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് മിസൈൽ പതിച്ചത്. ഡെനീപ്രോ റീജിയനിൽ 3 പേർ കൊല്ലപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. റഷ്യൻ ആക്രമണത്തിലാണ് 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇനി ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഉക്രൈനിയൻ സോൾജേഴ്സ് സെബ്രോഷേഷ്യ മേഖലയിൽ ഫ്രണ്ട് ലൈനിൽ പ്രവർത്തിക്കുന്ന ഉക്രൈനിയൻ സോൾജേഴ്സ് അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. അവരുടെ ശരീരം അവരുടെ ബോഡി സർവൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ പെടാപ്പാട് വിടുകയാണ്. സ്വന്തം യൂറിൻ അവർ കുടിക്കുകയാണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു വീഡിയോയിലൂടെ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞാനിത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഞാൻ ആ വീഡിയോ ഫുട്ടേജ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ഇതാണ്. കാരണം അത്രമാത്രം അവർക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല. അവർക്ക് ബാക്കപ്പ് ഫോഴ്സ് ഉണ്ട്, അവർക്ക് കംപ്ലീറ്റ് ബാക്കപ്പ് സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഫ്രണ്ട് ലൈനിലേക്ക് അയച്ചിട്ട് സെലൻസ്കി തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ പരാതി ഉന്നയിക്കുന്നത്. ഇത് ഉക്രൈനിയൻ സോൾജേഴ്സിൻ്റെ ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഞാനിവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഉക്രൈനിയൻ സോൾജേഴ്സ് തന്നെയാണ് ഈ വിഷയം പുറത്ത് പറഞ്ഞിരിക്കുന്നത്. എനിവേ ഇപ്പം ഇത് മൾട്ടിപ്പിൾ ഇൻസിഡൻസ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഞാനിപ്പോൾ ഇതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ വരുന്നെങ്കിൽ നമ്മൾ വീണ്ടും ആവർത്തിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ഒറ്റപ്പെട്ട വിഷയമായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. പക്ഷെ എന്നാലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാവാൻ പാടില്ല. സ്പെയിനിൽ സെയൂട്ടയിൽ ഇപ്പോഴും ഇല്ലീഗൽ എമിഗ്രന്റുകൾ തുടരുകയാണ്. ശരിക്കും അവർ ഒരു സ്പെയിൻ പോലീസ് വാനിന് നേരെ നടത്തുന്ന ആക്രമണമാണ് ഇവിടെ വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം ഇതിനകത്ത് പെഡ്രോ സാൻസ് പലപ്പോഴായിട്ട് എല്ലാവരും തിരികെ പോയി മടങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തിനെ ഒന്ന് അമർത്തി പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് ഇപ്പം സ്പെയിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ഇല്ലീഗൽ എമിഗ്രൻറ്റുകൾ ഇപ്പോഴും പ്രത്യേകിച്ച് ഈ മൊറോക്കൻസ് അതുപോലെ ആഫ്രിക്കൻ റീജിയനിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഇവിടെ വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് എന്നാണ് സ്പെയിൻ്റെ ഉള്ളിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അതാണ് സ്പെയിൻ്റെ റിയാലിറ്റി. ലെഫ്റ്റ് സപ്പോർട്ടറായിട്ടുള്ള തീവ്ര ഇടത് സപ്പോർട്ടറായിട്ടുള്ള പെഡ്രോ സാൻസ് ഇനി വിജയിച്ച് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു സൈഡിൽ കറപ്ഷൻ, ഭാര്യ കറപ്റ്റഡാണ്, പുള്ളിക്കാരൻ കറപ്റ്റഡാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇത്തരത്തിലുള്ള രാജ്യത്തിനെ ഫുള്ളായിട്ട് സെക്യൂർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വീഴ്ചകൾ. അപ്പോൾ എന്തായാലും പെഡ്രോ സാൻസിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഡേഞ്ചറസ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഉക്രൈൻ്റെ ഉള്ളിൽ ഇൻ്റർസെപ്റ്റേഴ്സ് ഷോർട്ടേജ് അത് വലിയ രീതിയിൽ ഉക്രൈനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. റഷ്യയുടെ ഫ്രണ്ട് ലൈൻ അഗ്രസീവായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. കൊളംബിയയിലുണ്ടായ 7.4 റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയ ഭൂചലനം ശരിക്കും ഇതുവരെ 164 പേര് ഇതുവരെ ഈ എർത്ത് ക്വേക്കിൽ മരണപ്പെട്ടതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. US-ന്റെ ഫോഴ്സ് ഇറാനിലേക്ക് വന്ന ഒരു ചരക്ക് കപ്പലിന് നേരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. പാനമ ഫ്ലാഗ്ഡ് കണ്ടെയ്നർ ഷിപ്പിനെതിരെയാണ് US-ന്റെ ആക്രമണം ഉണ്ടായത്. US ശരിക്കും ഹെലികോപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. തുടർച്ചയായി വാണിംഗ് കൊടുത്തുകൊണ്ടിരുന്നു, മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് ഈ പാനമ ഫ്ലാഗ്ഡ് ഷിപ്പ് ഇറാനിലേക്ക് അടുക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് അറ്റാക്ക് നടത്തിയതെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സൗദി അറേബ്യയുടെ വെസലിനെ IRGC അറ്റാക്ക് നടത്തിയതിനെ തുടർന്ന് അതിന് ബദലായിട്ട് വേണമെങ്കിൽ ഇതിനെ ഈക്വലൈസ് ചെയ്ത് കാണിക്കാം, റിറ്റാലിയേറ്ററി അറ്റാക്ക് അഥവാ അല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ഇത് എന്നുള്ള നിലയിൽ അമേരിക്ക ഈ ഒരു ആക്രമണം നടത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അമേരിക്ക ഇത്തവണ പഴയതുപോലെ ഓപ്പൺ ഫയർ നടത്തിക്കൊണ്ടുള്ള ഒരു മാസീവ് അറ്റാക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ നടത്താൻ പോകുന്നില്ല ഇറാനെതിരെ. അതിൻ്റെ സൂചനയാണ് ഈ കപ്പലിനെതിരെ അറ്റാക്ക് നടത്തിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പല അനലിസ്റ്റുകളും ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്. പക്ഷേ അമേരിക്കയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ട്രംപ് ആണെങ്കിൽ ഉറങ്ങി എണീറ്റിട്ട് പിച്ചും പേയും പറയുന്ന കണക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് എൻ്റെ കൺട്രോളിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സർപ്രൈസ് ആയിട്ടുള്ള ഡിസിഷൻ ഇറാൻ്റെ വിഷയത്തിൽ ഞാൻ എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്ത് സർപ്രൈസ് ആണെന്ന് നമുക്കറിയില്ല.
ഒരുപക്ഷെ അറ്റാക്ക് നടത്താനും സാധ്യതയുണ്ട്. ബ്രിഗേഡിയർ ജനറൽ ഫൗസി അൽ മൻസൂരി മിലിറ്ററി ഇൻ്റലിജൻസ് ചീഫാണ് ഈസ്റ്റേൺ ലിബിയയിൽ. ഈസ്റ്റേൺ ലിബിയ, വെസ്റ്റേൺ ലിബിയ രണ്ടും രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാലം കൊണ്ട് തന്നെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അറബ് വസന്തം തുടങ്ങിയ ആ ഒരു സമയം മുതൽ, സ്പെഷ്യലി പ്രത്യേകിച്ച് ഗദ്ദാഫിയുടെ എലിമിനേഷൻ കഴിഞ്ഞിട്ട് ഇത്തരത്തിലാണ് ആ രാജ്യം രണ്ടായിട്ട് തിരിഞ്ഞ് നിൽക്കുന്നത്. ചീഫ് പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ് ഇപ്പം എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അസാസിനേഷൻ നടന്നത് ഓവർനൈറ്റ് ബെൻഗാസിയിൽ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. വെസ്റ്റേൺ ലിബിയയാണ് ഇവർ ആരോപിക്കുന്നത്. വെസ്റ്റേൺ ലിബിയയാണ് ഈ ഓപ്പറേഷൻ നടത്താൻ സാധ്യതയുള്ള എതിർ പാർട്ടി, അവരാണ് അതിൻ്റെ ബെനിഫിഷ്യറി. അപ്പം അതുകൊണ്ട് ഒബ്വിയസ്ലി വെസ്റ്റേൺ ലിബിയക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് ഈസ്റ്റേൺ ലിബിയ. അയാളുടെ വീടിന് തൊട്ടടുത്ത് വെച്ചിട്ട് തന്നെ അയാൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലാണ് ബോംബ് വെച്ച് ഇയാളെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈസ്റ്റേൺ ലിബിയ അന്വേഷണത്തിന് ഉത്തരവിട്ട് അന്വേഷണം തുടരുന്നുവെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരും തന്നെ ക്ലെയിം ഉന്നയിച്ചിട്ടില്ല. അതേസമയം വെസ്റ്റേൺ ലിബിയയിൽ സ്ഥിതി ചെയ്യുന്ന ലിബിയയുടെ നാഷണൽ ഓയിൽ കോർപ്പറേഷൻ NOC വലിയ കമ്പനിയാണ്. അതായത് ഈ ആഫ്രിക്കൻ റീജിയനിൽ കിടക്കുന്ന അറബ് മേഖലകൾക്ക് വരെ കൃത്യമായ രീതിയിൽ ഓയിൽ സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ് ലിബിയ. സംടൈംസ് യൂറോപ്പിന് വരെ ലിബിയയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്തിന്? ഇന്ത്യ ലിബിയയിൽ ഇതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് ലിബിയയ്ക്കുള്ളിൽ ഓയിൽ റിഫൈനറി ഉണ്ട് സ്വന്തമായിട്ട്. മേജർ ഷെയർ ഹോൾഡർ ഇന്ത്യയാണ്. അത്തരത്തിലുള്ള ഓയിൽ കമ്പനികളൊക്കെ ലിബിയയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ലിബിയയുടെ ഉള്ളിൽ, വെസ്റ്റേൺ ലിബിയയ്ക്കുള്ളിൽ ഈസ്റ്റേൺ ലിബിയയുടെ സൈഡിൽ നിന്നും ആക്രമണങ്ങൾ തുടരെ നടത്തിയതായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം ആക്രമണം നടത്തി അതിൽ ഒരു ഓയിൽ സ്റ്റോറേജ് യൂണിറ്റ് ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ആളിക്കത്തുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് വാർത്തയാണ്. അപ്പോൾ അതായത് വെസ്റ്റേൺ ലിബിയ, ഈസ്റ്റേൺ ലിബിയ അവിടെയും സംഘർഷം തുടരുകയാണ്. എല്ലാ സ്ഥലത്തും ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. അതിൽ NOCയിൽ പ്രത്യേകിച്ച് സൗയ ഓയിൽ കോംപ്ലക്സിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറേ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.